തിരുവനന്തപുരത്ത് മകനും അമ്മയും അച്ഛനും അടക്കം 3 പേരെ, ഒരു കുടുംബത്തിലെ 3 പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം തൊഴിക്കൽ കൂട്ടപ്പന ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം. ഇന്നലെ രാത്രി 10:30-യോടെയായിരുന്നു മണിലാൽ എന്ന കുടുംബനാഥനെയും ഭാര്യ മഞ്ജു, മകൻ അഭിലാൽ എന്നിവരെയാണ് വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സൈനൈഡ് കഴിച്ച് ആണ് ആത്മഹത്യ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. മാത്രമല്ല, ഈ കുടുംബത്തിന് കടബാധ്യതകൾ ഉണ്ടായിരുന്നതായി സൂചനകൾ നൽകുന്ന ഒരു ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. മൃതദേഹങ്ങൾ ഇപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ നിന്ന് ശാന്തി കവാടത്തിൽ സംസ്കരിക്കുമെന്നുള്ളതാണ് കൗൺസിലർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10:30-യോടെയായിരുന്നു സംഭവം. മണിലാൽ തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചറിയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയ്ക്കായി ശ്രമിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് മണിലാലിൻ്റെ സുഹൃത്തു കൂടിയായ ഇവിടുത്തെ കൗൺസിലറിനെ അടക്കം മണിലാൽ വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് കൗൺസിലർ അടക്കം ഇവിടെ എത്തുമ്പോൾ മണിലാലിൻ്റെ കയ്യിൽ സൈനൈഡ് അടങ്ങുന്ന ഒരു കുപ്പി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ശേഷം കൗൺസിലറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ മണിലാൽ ഈ സൈനൈഡ് കുടിക്കാൻ ശ്രമിച്ച് ഈ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. പക്ഷേ കൗൺസിലർ ഇത് തട്ടി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് കൗൺസിലർ തന്നെ പറയുന്ന വിവരം. ശേഷം അകത്ത് ചെന്ന് നോക്കുമ്പോൾ മകൻ അഭിലാൽ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി കൂടിയാണ് അഭിലാലും അമ്മ മഞ്ജുവും മരണപ്പെട്ട നിലയിലാണ്, ബോധരഹിതരായ നിലയിലാണ് കണ്ടെത്തുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഭാര്യയും മകനും മരണപ്പെടുന്നു. മണിലാൽ ശേഷം ഇവിടെ വച്ച് തന്നെ സൈനൈഡ് ഉള്ളിൽ ചെന്ന് മരണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ കുറച്ച് നാളുകളായി ഈ കുടുംബത്തോടൊപ്പം വാടക വീട്ടിലടുത്ത് താമസിക്കുന്ന അയൽക്കാരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് സംഭവിച്ചത്? എന്തൊരു സംഭവിച്ചു ഇത് ഓരോ വീട്ടിൽ നമ്മളെല്ലാം നല്ല സ്നേഹമായിരുന്നു. ഇതൊക്കെ കട വാങ്ങിച്ചോളൂ ഒരു ഇത് പിന്നെ അങ്ങനെ മറിച്ച് അത് എഴുതി വച്ചിട്ടാണ് അവർ മറിച്ചത്. ഇന്നാര് ഇത് എത്ര രൂപ വാങ്ങിച്ചിരിക്കുന്നുണ്ട്, ഫോൺ നമ്പർ പേരെല്ലാം എഴുതി വെച്ചിട്ടാണ് അത് പോലീസ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? രാത്രിയാണോ? രാത്രി 10-10:30 നമ്മൊക്കെ കിടന്ന് ഉറങ്ങി. നമ്മൾ ജോലി ചെയ്ത ഒരാൾ മുറുക്കൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് നേരത്തെ കിടന്നപ്പോൾ അപ്പോൾ നമ്മൾ അപ്പോഴേ അറിഞ്ഞ്. അപ്പോൾ ആൾക്കാരെല്ലാം എല്ലാം കൂടി സംസാരം കേട്ടപ്പോൾ എന്തിനൊരു സംസാരം കേൾക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ എഴുതിച്ച് വന്നപ്പോൾ പട്ടി കുളച്ചത്. അപ്പോൾ എന്തിച്ച് വന്നപ്പോൾ ഇങ്ങനെ കേട്ട കാര്യങ്ങളാണ്. മണിലാൽ എങ്ങനെയാണ് സൈനൈഡ് കഴിക്കുന്നത്? കൗൺസിലർ നിന്നപ്പോഴാണോ? അവർ നിന്നപ്പോൾ തന്നെ ആരും ഉള്ള പറവേണ്ട. അതിൻ്റെ ഒരു കൈ അവർ അമ്മയും മോന് ആദ്യം കളിച്ചോളാം. അപ്പോൾ ഇവർക്ക് മോന് ഞങ്ങളെ വിഷം കടിച്ചിട്ട് ഇവർ പോണ് വിളിച്ച് പറഞ്ഞ് പിന്നെ അവർ വന്ന് നോക്കിയപ്പോൾ അവർ കഥകളിൽ നിണ്ട് കൈ വിട്ട് ആരും ഉള്ള പറവേണ്ട കണ്ടിട്ടുണ്ട്. അപ്പോൾ കളിച്ചിട്ട് കൈ തട്ടി വിട്ട് ഉള്ളിൽ പോകുമ്പോൾ അവർ മേളം മടങ്ങി കിടന്ന്. അപ്പം മരിക്കില്ല. ഇവിടെ നിന്ന് പോറപ്പോൾ ജീവിതം ഉണ്ടായിരുന്നു. ആശുപത്രി പോറപ്പോൾ തന്നെ ഇടയ്ക്ക് അപ്പോൾ അവർ അതിൽ പിന്നെ കുടിച്ച് അവർ ഇവിടെ മരിച്ച്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര തൊഴിക്കലിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ സ്വദേശികളല്ല, തിരുമല സ്വദേശികൾ എന്നുള്ളതാണ് അറിയുന്നത്. അമ്മയും അച്ഛനും അഭിലാൽ എന്ന മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 10:30-യോടെ മാതാവും പിതാവും മകനും അടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത്. മരണകാരണം ആത്മഹത്യാ കുറിപ്പിലേത് സൂചിപ്പിക്കുന്നത് പോലെ ഒരു പക്ഷേ കടബാധ്യതകളാകാം എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് കൃഷ്ണനോടൊപ്പം മലയോർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ്.